സഭയ്ക്കെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രോശമാണ് പി.സി. ജോർജ് അഴിച്ചുവിട്ടത്. അത് കൊടുങ്കാറ്റ് പോലത്തെ ആക്രമണമായിരുന്നു ശരിക്കും പറഞ്ഞു. ഇപ്പൊ പ്രകോപനം വന്ന പി.സി. ജോർജിന് മറ്റേ നാവിന് എല്ലില്ലാത്ത ആളാണല്ലോ. ആള് ഉടനടി പറഞ്ഞു കഴിഞ്ഞാൽ FCR പേടിയുള്ള ആൾക്കാർക്ക് വീട്ടിലിരിക്കാം, അതങ്ങ് ഞങ്ങളങ്ങ് നടപ്പിലാക്കും, നിങ്ങളാരാ ചോദിക്കാൻ, നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾ ചെറിയ ന്യൂനപക്ഷമല്ല, നിങ്ങളെ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പി.സി. ജോർജ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പലതും. റബ്ബറിന് 300 തറവില വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ BJP എത്രമാരുണ്ടായിരുന്ന സഭയാണ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത്രേ ഇത്തവണ നമുക്ക് UDF ജയിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞത്രേ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് FCR നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് കേരളത്തിലെ സഭകളെ അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കുന്നു കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെ എന്നുള്ള നിലയ്ക്കാണ്. നമുക്കറിയാം, ഒരു കാലത്ത് പൂഞ്ഞാറിലെ സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു, പക്ഷേ പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു പി.സി. ജോർജിൻ്റെ മുഖമാണ് ആൾക്കാർ ഓർത്തിരുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കറിയാം 2019 പി.സി. ജോർജ് ഒരു പാർട്ടി ഉണ്ടാക്കി. അത് കേരള ജനപക്ഷം സെക്കുലർ എന്ന് പറഞ്ഞൊരു പാർട്ടി. അത് കുറച്ചു കാലം അതുമായിട്ട് ആൾ പോയി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് മൂപ്പര് BJP സ്ഥാനാർത്ഥിയാവുകയും BJP ഈ കേരള ജനപക്ഷം സെക്കുലറിനെ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ അതോട് കൂടിയിട്ട് പി.സി. ജോർജ് BJP പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരേണ്ടായി. നിർവാഹക സമിതി അംഗമായിട്ട് ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട്. മാത്രമല്ല ആളുടെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. അതേസമയം പൂഞ്ഞാറിൽ നിന്ന് പി.സി. ജോർജും മത്സരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ആക്രോശമായിരുന്നു. ശരിക്കും സഭയ്ക്കെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രോശമാണ് പി.സി. ജോർജ് അഴിച്ചുവിട്ടത്. അത് കൊടുങ്കാറ്റ് പോലത്തെ ആക്രമണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സംഭവം എന്താ വെച്ചാൽ UDF വോട്ട് ചെയ്യണമെന്ന് സഭ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിൻ്റെ ആഹ്വാനമാണ് UDF വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു ആഹ്വാനം വന്നു എന്ന് പറഞ്ഞിട്ടാണ് സഭയ്ക്കെതിരെ ഇത്ര വലിയ ആക്രമണം പി.സി. ജോർജ് അഴിച്ചുവിട്ടത് എന്നുള്ളതാണ്. സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ പല കാലങ്ങളിലും പല ബിഷപ്പുമാരും അതുപോലെ നേതൃത്വത്തിലുള്ളവരും ഒക്കെ NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. റബ്ബറിന് 300 തറവില വന്നു കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന സഭയാണ്. അതെ, അത് മാത്രമല്ല പല കാര്യങ്ങളിലും ഞാനത് വിശദീകരണത്തിലേക്കൊന്നും പോകുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കാര്യം, തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചതിൻ്റെ പിന്നിൽ സഭാ നേതൃത്വമാണ് എന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പലരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ അതിൽ ശരികളുമുണ്ട്. സഭാഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ക്രൈസ്തവ ഒരു പ്രാധാന്യമുള്ളൊരു പ്രദേശത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു MP NDAയുടെ ഒരു MP പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞേക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ഒരു അധികം ഈ പൂഞ്ഞാർ സിംഹം വയലൻ്റ് ആയത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ റീസെൻ്റായിട്ട് സംഭവിച്ച ഇലക്ഷൻ ദിവസം പരസ്യമായ ആഹ്വാനമല്ല നടത്തിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അത്രേ ഇത്തവണ നമുക്ക് UDF ജയിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു അത്രേ. വോട്ട് ചെയ്യേണ്ടത് UDF മഠങ്ങളിലേക്ക് വിളിച്ച് പറഞ്ഞു എന്ന് ഷോൺ ജോർജിൻ്റെ ഒരു പ്രസ്താവന വന്നു. അപ്പോൾ ഷോൺ ജോർജ് വളരെ വിഷമിച്ചിട്ട് ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കിയതാണ്, മറ്റേ FCR നിയമത്തിൽ ഭേദഗതി നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം പറഞ്ഞ് ഞങ്ങൾ നേരെയാക്കിയതാണ്, എന്നിട്ട് ഇനി ഞാൻ എന്ത് പറയും അമിത്ഷായോട് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വലിയ വെപ്രാളപ്പെട്ടിട്ട് ഒരു പ്രസ്താവനയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് പ്രകോപനം. അപ്പോൾ പ്രകോപനം വന്ന പി.സി. ജോർജിന് മറ്റേ നാവിന് എല്ലില്ലാത്ത ആളാണല്ലോ. ആൾ ഉടനടി പറഞ്ഞു കഴിഞ്ഞാൽ FCR പേടിയുള്ള ആൾക്കാർക്ക് വീട്ടിലിരിക്കാം, അങ്ങനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ആശങ്കയുള്ള ആളുകൾക്ക് വീട്ടിലിരിക്കാം. നിങ്ങൾക്ക് വിദേശത്തു നിന്ന് കാശ് വരണമെങ്കിൽ അതിന് കണക്ക് കൊടുത്തെന്താ കുഴപ്പം? നിങ്ങൾക്ക് കണക്ക് കൊടുക്കണ്ടേ? ഈ സഭാപിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ നിങ്ങളുടെ വിചാരം? അദ്ദേഹം ഊളകൾ എന്ന് പോലും സഭാ നേതാക്കന്മാരെ വിളിക്കുകയുണ്ടായി, സഭ പെത്രാന്മാരെ വിളിക്കുകയുണ്ടായി. അതുപോലെ പറയാത്ത തെറികളൊന്നുമില്ല. എന്തിനു ഇവന്മാർ കുരയ്ക്കുന്നത്? ഈ കുര ഇവൻ്റെയൊക്കെ മനസ്സിലെ നാറിയ രാഷ്ട്രീയമാണ്. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം കളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരുവിൽ നമ്മൾ പരസ്പരം പടവെട്ടുന്നത് പോലെ പി.സി. ജോർജ് സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു. ഇതാണ് നമ്മൾ കണ്ടത്. ഇതിലൂടെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. പി.സി. ജോർജ് ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇതിനെതിരെ
നമ്മുടെ തെരകട്ടച്ചനെ പോലുള്ള ആളുകൾ വന്നു, ഇങ്ങനെയല്ല നിങ്ങൾ ഒരു തെരുവുദ്ധമാക്കി ഇതിനെ മാറ്റരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രംഗത്തുനിന്ന് ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്, ഭാഷ ഇതല്ല ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു. ഇതിൻ്റെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ BJPയുടെ പ്രസിഡന്റും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സുരേഷ് നെറ്റാണ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഷോൺ ജോർജും PC ജോർജിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ FCRA നിയമം ഭേദഗതി വരുന്നതോടുകൂടി സഭയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെയാണ് അവരെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സഭയ്ക്കെതിരെയുള്ള ഈ നീക്കത്തിൽ സഭ എങ്ങനെയാണ് കാണുന്നത്, സഭാ അംഗങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, ലോകം മുഴുവൻ എങ്ങനെയാണ് കാണുന്നത്, സഭയ്ക്ക് പുറത്തുള്ള ആളുകളും സഭയോട് കൂടെ നിൽക്കുന്ന ആളുകളും സഭയിലെ ആളുകളും എല്ലാ ആളുകളും ഇതിന് കാണുന്നത് സഭയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ടാണ്, ക്രൈസ്തവർക്കെതിരെയുള്ള നീക്കമായിട്ടാണ് അത് കാണുന്നത്. അത് നമുക്ക് അതിൽ പിന്നീട് വിശദാംശങ്ങളിലേക്ക് പിന്നെ പോകാം. അപ്പോൾ എന്തായാലും അത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് ഇതിൻ്റെ ഭേദഗതി നിയമം പാർലമെന്റിലേക്ക് വരുന്ന ഒരു ഘട്ടം ഉണ്ടായ സമയത്ത് ഇതിനെതിരെ സഭ ആഞ്ഞടിച്ചു. സ്വാഭാവികമായും സഭയിലൊരു ടെൻഷനുണ്ട്. BJPക്ക് അനുകൂലമായ നിലപാട് നേരത്തെ അമ്പിയ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യമായ കാര്യം വന്നപ്പോൾ മനസ്സിലായി BJP പാലം വലിക്കുമെന്ന് തോന്നിയോടുകൂടി ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലെ മെത്രാന്മാരൊക്കെ എതിരെ വരികയും ചെയ്തു. അപ്പോൾ അവർ ഇതിനെതിരെ രംഗത്ത് വന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ഇതിനെ ബാധിക്കും, വോട്ടിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ തൽക്കാലം ഇത് എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ സഭാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇപ്പോൾ എടുത്തു വെച്ചാൽ ഈ സാധനം പുറത്തു വരുന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ അതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നേരെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, UDFനാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്, NDAക്ക് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ എടുക്കാൻ കാരണം അതായിരുന്നു. അതാണ് ഇവർക്ക് പ്രകോപനമായിട്ട് മാറിയത്. ഇതോടുകൂടി വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ PC ജോർജ് പറഞ്ഞു. അതായത് ദീപിക ദിനപത്രം ഇതിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. അപ്പോൾ ദീപിക ദിനപത്രം കഴിഞ്ഞ ദിവസം ഇതില് നേരത്തെ ട്രംപ് മാർപ്പാപ്പയ്ക്കെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെ ദീപിക ദിനപത്രം ഒരു എഡിറ്റോറിയൽ എഴുതി. ഈ എഡിറ്റോറിയൽ എഴുതി കേരളത്തിൽ കുറേ രാഷ്ട്രീയ ഭിക്ഷാദേഹികളുണ്ട്, അതായത് PC ജോർജിനാണ് ഉദ്ദേശിച്ചത്. അവരുടെ അതിന് കൊടുത്തിട്ടുള്ള സഭയ്ക്കില്ല ഹിംസയുടെ കുപ്പിണി പട്ടാളം പക്ഷേ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 11-ാം തീയതിയാണത് ആ എഡിറ്റോറിയൽ വന്നത്. ആ എഡിറ്റോറിയലിൽ അവർ കുറേ കാര്യങ്ങൾ ട്രംപിനെതിരെയാണ് എഴുതുന്നത്, സഭയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവസാനം പറഞ്ഞു രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി ചില ആൾക്കാർ കേരളത്തിലുമുണ്ട്, അന്താരാഷ്ട്ര വിഷയങ്ങളുടെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലുണ്ട്. എന്നിട്ട് അവർ നിങ്ങൾ എന്താണെന്ന് ചെയ്തു, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യുക, ഇതൊക്കെ ആ എഡിറ്റോറിയലുണ്ട്, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യുന്നില്ല, പകരം അതങ്ങ് ഞങ്ങളങ്ങ് നടപ്പിലാക്കും, നിങ്ങളാരാ ചോദിക്കുക, നിങ്ങൾ എത്ര പേരുണ്ട്, നിങ്ങൾ ചെറിയ ന്യൂനപക്ഷമല്ല, നിങ്ങളെ അങ്ങനെ കണക്കാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് PC ജോർജ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പലതും കുറച്ച് ചീറ്റിമാരുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ദീപിക ദിനപത്രം ഒരു എഡിറ്റോറിയലും എഴുതി. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം വേറെ പലതരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് വിഷയമാവണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവിലൊരു അഭിപ്രായമുണ്ട്, കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് പൂർണ്ണമായും BJPയുടെ പിന്നിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കേരളീയ സമൂഹത്തിൽ നിലവിലുണ്ട്. അപ്പോൾ കാസ പോലെയുള്ള ആളുകളും അതുപോലെ അവർക്കുള്ള വിസിബിലിറ്റി ഒക്കെ വെച്ചുകൊണ്ട് ഒരുപാട് വിഷയത്തിന്റെ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ചർച്ച മുൻപ് വിഷയം വന്ന സമയത്ത് അതൊരു വ്യാപകമായ ചർച്ചയിലേക്ക് വരികയും, അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രൈസ്തവർ പൂർണ്ണമായിട്ടും ഇവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ചർച്ച കേരളീയ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ചർച്ച എത്രമാത്രം അസ്ഥാനത്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ് PC ജോർജിന് ഇപ്പോഴത്തെ പൊട്ടിത്തെറി. കാരണം വെച്ചാൽ വേണ്ട വിധത്തിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ സഭ BJPയുടെ ഒപ്പമെല്ലാം നിൽക്കുക എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ വിനയരാജ് നേരത്തെ അമ്പിയെ സൂചിപ്പിച്ച വിനയരാജനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ പ്രശ്നം, വഖഫ് നിയമം വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു, ക്രൈസ്തവർ മുഴുവൻ ഇതിലാണ് സംഘപരിവാറിനൊപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതെ, നമ്മൾ മറുവാക്കിന് വേണ്ടി നമ്മൾ ചെയ്ത അഭിമുഖത്തിലും അദ്ദേഹം അതേ കാര്യം പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് PC ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന സമയത്ത് ഇവർ സംഘപരിവാറിനൊപ്പമല്ല നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയായില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ക്രൈസ്തവ സഭയിലെ ചില വിഭാഗങ്ങൾ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടോ സംഘപരിവാറിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിലും ജനസാമാന്യം അതിന് എതിരാണെന്നുള്ളതിനൊരു തെളിവും കൂടിയായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിനെ പോലെയുള്ള സ്ഥലത്ത്
സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ജയിച്ച് തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ ചില ഘടകങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നും അതിന് കൂടുതൽ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതാണല്ലോ. പക്ഷെ എങ്കിലും ക്രൈസ്തവ സഭ പൂർണ്ണമായിട്ടും സംഘവൽക്കരിക്കപ്പെട്ടു എന്നുള്ള ആ നെരേഷനെ അത് വിനയ രാജച്ചൻ വളരെ വൃത്തിയായിട്ട് അന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. വെച്ചാൽ KCBC കുറച്ച് ആൾക്കാർ, ഏതാനും ബിഷപ്പുമാരാണ് ആ സമയത്തും പിന്നെ മുനമ്പം വിഷയത്തിലൊക്കെ സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് സഭ എന്ന് പറഞ്ഞാൽ ഈ 3-4 ബിഷപ്പുമാരല്ല. അത് വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അല്ലാതെ ധാരാളം സഭകളുണ്ടെന്നും ഈ സഭകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നിലപാട് പുലർത്തുന്നവരാണ് എന്നുള്ള നിലയ്ക്കൊക്കെ ഈ BJP രാഷ്ട്രീയത്തോട് ബന്ധമുള്ളവരല്ല, അല്ലെങ്കിൽ അതിനെ എതിർ നിൽക്കുന്നവരാണ് എന്നുള്ള നിലയ്ക്കൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ആളുകൾ മുഴുവൻ ശരിക്കും ഇതൊരു സംഘപരിവാർ നെറേറ്റീവാണ്. അതായത് സഭ പൂർണ്ണമായിട്ടും ഇതിലെത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിൽ എത്തിച്ചേർന്ന ഒരു സംഘപരിവാർ നെറേറ്റീവാണ്. മാത്രമല്ല വേറൊരു സംഘപരിവാർ നെറേറ്റീവാണ് ഈ നമ്മൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ സംഘവൽക്കരിക്കപ്പെട്ടു. അത് ഇതുപോലെ തന്നെ ഒരു നെഗറ്റീവാണ്. അതിനൊന്നും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരുപാട് ഒരു നിർമ്മിതികൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിർമ്മിതിയാണ്. അപ്പോൾ ആ നിർമ്മിതി അജണ്ട ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതിലൊരു കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. കാരണം സഭ BJPയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ശത്രുക്കളായിട്ട് ഇവിടുത്തെ സഭ ഈ ക്രിസ്ത്യൻ മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള BJP അജണ്ടയാണത്. സംഘപരിവാർ അതായത് ഒരു ക്രൈസ്തവ മുസ്ലിം പോരാട്ടമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയിൽ കാസ പോലെയുള്ള വിഭാഗങ്ങളുണ്ട്. അവര് മതപരമായി തന്നെ ഒരു സ്പർദ്ധ പുലർത്തുന്ന രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. അവര് കുരിശുയുദ്ധത്തിന്റെ പഴയ ചരിത്രമൊക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ആളുകൾ സഭയ്ക്കുള്ളിലുണ്ട്. പക്ഷേ അതൊരു ജനസാമാന്യം മുഴുവൻ, ക്രൈസ്തവർ മുഴുവൻ ആ പാതയിലാണെന്ന് പറയുന്ന അതിനെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. PC ജോർജിന് ഈ രീതിയിലുള്ള ഒരു ആക്രമണം സഭയ്ക്കെതിരെ നടത്തേണ്ടി വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് FCRA ഒരു സാധ്യത ഇല്ലാതെ, അല്ലെങ്കിൽ FCRA നിയന്ത്രണം കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള നിലയ്ക്കാണ്. ആ ഒരു ചർച്ച വന്നതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. വാസ്തവത്തിൽ സഭയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണോ ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്? RSSന് ഇതൊന്നും ബാധകമല്ല, FCRA ഒന്നും ബാധകമല്ല. RSSനുള്ള പണം കൃത്യമായിട്ട് വിദേശത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിയന്ത്രണം എന്ന് പറയുന്നത് മറ്റ് ഇതര വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഇതര സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു അജണ്ടയാണോ? എങ്ങനെയാണ് ഇതിനെ കഴിയുക? FCRAന്റെ ഇഷ്യൂ ഒരു വളരെ സങ്കീർണമായ പ്രശ്നം FCRAയിലുണ്ട്. അതായത് 76-ലാണ് ആദ്യമായിട്ട് വിദേശ സംഭാവനകളെ നിയന്ത്രിക്കുന്നുള്ള നിയമം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നിയമം വരുന്നൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തിനായിരുന്നു അന്ന് ആ നിയമം വരുന്നത്? അന്ന് ഈ നിയമം വരുന്നതെന്ന് വെച്ചാൽ വിദേശ ശക്തികൾ ഇന്ത്യയെ പണം കൊടുത്ത് ഇവിടുത്തെ ശക്തികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ഓരോ വിഭാഗങ്ങളെയും പണം കൊടുത്തുകൊണ്ട് വിദേശ ശക്തികൾ നിയന്ത്രിക്കുകയും അതൊരു അഖണ്ഡതയ്ക്ക് ഒരു സുരക്ഷിതത്വത്തിനൊക്കെ പ്രശ്നമായി എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് ഈ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വിദേശ ശക്തികളെ നിയന്ത്രിക്കുക എന്ന് പറയുന്ന ഇതിന്റെ പുറത്താണ് ഈ നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് അപ്പോൾ അത് അടിയന്തരാവസ്ഥ കാലമാണ്. ഇന്ദിരാഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. 76-ൽ അടിയന്തരാവസ്ഥ നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. പിന്നീട് ഈ നിയമത്തിൽ ഒരു മാറ്റം വരുന്നത് 2010-ലാണ്. മൻമോഹൻ സിംഗ് ആണ് വരുന്നത്. മൻമോഹൻ സിംഗ് വരുന്ന സമയത്താണ് രജിസ്ട്രേഷൻ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ഇതിലൊരു കണക്ക് വേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെ കൊണ്ടുവരാൻ നിയമമുള്ളൂ. അങ്ങനെ കുറേ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്താണ്. ഇപ്പം അതിനുശേഷമാണ് ഇപ്പോൾ 2020 ചില നീക്കങ്ങൾ നടന്നു. പിന്നീട് ഇപ്പോൾ 26-ൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നിയമവും സംഘപരിവാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ബാധകമാവില്ല. നമുക്കറിയാം ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ഇന്ത്യയിൽ കുറവുകളൊന്നുമില്ല. പക്ഷേ ഈ നിയമങ്ങളൊന്നും സംഘപരിവാറിന് ബാധകമാവില്ല, മറിച്ച് മറ്റു വിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഭാഗം. ശരിയായ രീതിയിൽ പറഞ്ഞാൽ FCRA നിയമത്തിലെ ഏറ്റവും പടം പിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ FCRA നിയമം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. നിയമം അനുസരിച്ച് ഒരു സ്ഥാപനം, ഒരു NGO രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ആ സ്ഥാപനത്തിന്റെ, ആ NGOയുടെ മുഴുവൻ സ്വത്തുക്കളും, ആ ഫണ്ട് ഉപയോഗിച്ച് പണിതിട്ടുള്ള മുഴുവൻ സ്വത്തുക്കളും, രജിസ്ട്രേഷൻ കിട്ടിയില്ലെങ്കിൽ മുഴുവൻ സ്വത്തുക്കളും എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ സർക്കാരിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അതിൻ്റെ ബോർഡ് അവരുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ സർക്കാരിന് നിയന്ത്രണത്തിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ, നമുക്കറിയാം ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിൽ ധാരാളം സ്വത്തുവകകളുണ്ട്. വിനയരാജച്ചനൊക്കെ പല ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ സ്വത്തുവകകൾ മുഴുവൻ സർക്കാരിലേക്ക് മുതൽക്കൂട്ടുക എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് സഭയെ നിയന്ത്രിക്കുക, സഭാപിതാക്കന്മാരെ നിയന്ത്രിക്കുക. അപ്പോൾ നമുക്കറിയാം സഭയിൽ ധാരാളം അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, നല്ലവരായ മനുഷ്യരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ ഇന്റേണലായിട്ടുണ്ടാവുന്ന ഈ പ്രശ്നങ്ങളെ നിയന്ത്രിച്ച് സഭയെ കൂച്ചുവിലങ്ങിട്ട് നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ നിയമങ്ങൾ സാധാരണ ആൾക്കും ബാധകമല്ല. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്കാരുടെ ഇത് പോകുക എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ കടമ്പയായിട്ട് മാറും. നമുക്കറിയാം പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കറിയാം ഇപ്പോൾ പല കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാൻ പ്രയാസമാണ്. കാരണം സൈറ്റ് വർക്ക് ചെയ്യില്ല. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ വഖഫിൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ വഖഫിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് അത് പ്രയാസമാണ്. രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈറ്റ് സമ്മതിക്കില്ല. പല കാര്യങ്ങളും സാങ്കേതിക പ്രശ്നം കൊണ്ട് സാധിക്കില്ല. പക്ഷേ എന്ത് സാങ്കേതിക പ്രശ്നം കൊണ്ട് സാധിച്ചില്ലെങ്കിലും രജിസ്റ്റർ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. ഈ രീതിയിൽ IT-യെ അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നത്, സാങ്കേതികവിദ്യയെ അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്ന രീതി ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഈ പറയുന്ന സ്വത്തുവകകൾ മുഴുവൻ സർക്കാരിലേക്ക് പോകുന്നു. അതുവഴി സഭയെയും സഭയിലെ ജനങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ളൊരു പദ്ധതി കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇത് 76-ലെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 76-ലെ നിയമം വിദേശ ശക്തികളെ നിയന്ത്രണത്തെക്കുറിച്ചാണ്. വിദേശ ശക്തികൾ നമ്മളെ ആക്രമിക്കുമെന്നുള്ള ഒരു ഇതായിരുന്നുവെങ്കിൽ ഇന്ന് പൂർണ്ണമായും ജനങ്ങളെ, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിലെ ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരുന്നത്. അത് തമ്മിലുള്ളൊരു സ്ട്രക്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ കൂടിയാണ്. അപ്പോൾ സഭയ്ക്കത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ സഭയിലെ പല ആളുകളും, പ്രത്യേകിച്ച് ഒരു സവർണ വിഭാഗത്തിൽപ്പെടുന്ന പല ആളുകളും BJP-യോട് അനുകൂല നിലപാട് എടുത്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ പുതിയ നിയമങ്ങൾ അവർക്കെതിരായിട്ട് വരും നമുക്കറിയാം. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, NGOs എന്ന് പറയുന്നത് അതിൻ്റെ പലതരം രാഷ്ട്രീയ വിയോജിപ്പുകൾ നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരു വിമത ശബ്ദമായിട്ട് NGO-കൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ വിമത ശബ്ദങ്ങൾ ആയിട്ടുള്ള പല ആളുകളിലും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടി ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇതൊരു പക്ഷേ ക്രൈസ്തവ സഭയുടെ തുടർന്നുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് സഹായകമാവൂ എന്നാണ് നമ്മൾ പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.